ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബഫർ സൊല്യൂഷൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഫർ സൊല്യൂഷൻ ഈസ് വൺ വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച് ഈവൺ അപ്പോൺ ദ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട്സ് ഓഫ് ആസിഡ്സ് ഓർ ബേസസ്. അപ്പോൾ ഈ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസസോ അവയിലേക്ക് ആഡ് ചെയ്താൽ പോലും അവയുടെ പി എച്ചിന് യാതൊരുവിധ ചേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെ പി എച്ചിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്നു. എപ്പോൾ? ഈവൺ അപ്പോൺ ദ അഡീഷൻ ഓഫ് സ്മോൾ ആസിഡ്സ് ഓർ ബേസസ്. അതിനെയാണ് എന്ത് പറയുന്നത്? ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Okay, so a buffer solution is one which resists any change in its pH even upon the addition of small amounts of acids or bases. ഇപ്പോൾ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പി എച്ച് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഈവൻ വെൻ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ആസിഡ് ഓർ ബേസസ് ആർ ആഡഡ് ടു ഇറ്റ്. ഓക്കെ, ഇനി ഒരു അസറ്റിക് ബഫർ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും? അസറ്റിക് ബഫർ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വീക്ക് ആസിഡിൻ്റെ സൊല്യൂഷനും അതുപോലെ അതിൻ്റെ സോൾട്ടും. ആ സോൾട്ട് സാധാരണ എടുക്കേണ്ടത് സ്ട്രോങ് ബേസ് എന്നായിരിക്കും. ഓക്കെ, അത് സ്യൂട്ടബിൾ പ്രപ്പോർഷൻസിൽ മിക്സ് ചെയ്താലാണ് നമുക്ക് ഒരു അസറ്റിക് ബഫർ നമുക്ക് കിട്ടുന്നത്. അസറ്റിക് ബഫർ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ബൈ മിക്സിംഗ് സൊല്യൂഷൻസ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ്സ് സോൾട്ട്, ആൻഡ് ദി സോൾട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സ്ട്രോങ് ബേസ് ഇൻ സ്യൂട്ടബിൾ പ്രപ്പോർഷൻസ്. അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വീക്ക് ആസിഡിൻ്റെ എക്സാമ്പിളാണ് ഇത് അസറ്റിക് ആസിഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സോൾട്ട് എടുക്കുക, അത് നമുക്ക് എന്താണ്? സോഡിയം അസറ്റേറ്റ് എടുക്കാം. ആൻഡ് സോഡിയം അസറ്റേറ്റ് നമുക്ക് ഏതെന്നാണ് കിട്ടുന്നത്? ഒരു സ്ട്രോങ് ബേസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യുന്നതാണ് ഈ സോഡിയം അസറ്റേറ്റ്. അപ്പോൾ ഇത് തമ്മിൽ എന്തുണ്ടാവാം? ഒരു അസറ്റിക് ബഫറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ് ഇറ്റ് ക്യാൻ ഫോം ആൻ അസറ്റിക് ബഫർ. അതിൻ്റെ പി എച്ച് ഓൾമോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് 4.74 ആയിട്ടാണ്. ഇനി ഒരു ബേസിക് ബഫർ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും? ബേസിക് ബഫർ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു വീക്ക് ബേസിൻ്റെ ഒരു സൊല്യൂഷനും അതുപോലെ അതിൻ്റെ സോൾട്ടും. ആ സോൾട്ട് സാധാരണ ഡിറൈവ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ആസിഡ് എന്നായിരിക്കും. അത് സ്യൂട്ടബിൾ പ്രപ്പോർഷൻസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് ബഫർ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എ ബേസിക് ബഫർ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സൊല്യൂഷൻസ് ഓഫ് എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് സോൾട്ട്. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ഒരു വീക്ക് ബേസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ തന്നെ സോൾട്ടാണ് ഏത്? അമോണിയം ക്ലോറൈഡ് അല്ലേ. ആ അമോണിയം ക്ലോറൈഡ് ഏത് സ്ട്രോങ് ആസിഡിന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം? HCl നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം അല്ലേ. അത് സ്യൂട്ടബിൾ പ്രപ്പോർഷൻസിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് ബഫർ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതായത് ആൻ ഇക്വിമോളാർ മിക്സ്ചർ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് സൊല്യൂഷൻസ് ഫോംസ് എ ബേസിക് ബഫർ. അതിൻ്റെ പി എച്ച് ഏകദേശം മെയിൻറ്റെയിൻഡ് ചെയ്യുന്നത് അറൗണ്ട് 9.25 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് ബഫർ സൊല്യൂഷൻ, എന്താണ് അസറ്റിക് ബഫർ, എന്താണ് ബേസിക് ബഫർ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് എക്സാമ്പിൾസും കണ്ടു അല്ലേ. ഇനി ഒരു ബഫർ സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ബഫർ സൊല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അതിനൊരു ഡെഫിനിറ്റ് പി എച്ച് വാല്യൂ ഉണ്ടായിരിക്കും. അതായത് ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പി എച്ച് വാല്യൂ. ഒരു ബഫർ സൊല്യൂഷന് ഡെഫിനിറ്റ് പി എച്ച് വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് അൺഓൾട്ടേർഡ്. അതിൻ്റെ പി എച്ചിൽ യാതൊരുവിധ ചേഞ്ചും സംഭവിക്കുന്നില്ല. എപ്പോൾ? ഈവൺ ഓൺ സ്റ്റാൻഡിങ് ഫോർ എ ലോങ് ടൈം ഓർ ഓൺ ഡൈല്യൂഷൻ. കുറേ നേരം സ്റ്റാൻഡ് ചെയ്താലോ അല്ലെങ്കിൽ ഡൈല്യൂഷൻ നടത്തിയാലോ ഒന്നും അതിൻ്റെ പി എച്ചിൽ എന്തുണ്ടാവണില്ല? യാതൊരു വിധത്തിലുള്ള ചേഞ്ചുകളും സംഭവിക്കുന്നില്ല. ഓക്കെ, ദെൻ സോ ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് അൺഓൾട്ടേർഡ് ഈവൺ ഓൺ സ്റ്റാൻഡിങ് ഫോർ എ ലോങ് ടൈം ഓർ ഓൺ ഡൈല്യൂഷൻ. ദെൻ തേർഡ് പോയിന്റ് എന്താണ്? ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് ഓൾമോസ്റ്റ് അൺഓൾട്ടേർഡ്. അതിൻ്റെ പി എച്ച് അൺഓൾട്ടേർഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു. എപ്പോൾ? ഈവൺ അപ്പോൺ ദ അഡീഷൻ ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ഓർ സ്ട്രോങ് ബേസ്. സ്മോൾ എമൗണ്ട് സ്ട്രോങ് ആസിഡോ സ്ട്രോങ് ബേസോ ആഡ് ചെയ്താലും അതിൻ്റെ പി എച്ചിൽ വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. ആ സ്മോൾ എമൗണ്ട് എന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ബഫർ സൊല്യൂഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇസ് പി എച്ച് ഈവൻ അപ്പോൺ ദ അഡീഷൻ ഓഫ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഇസ് ആസിഡ്സ് ഓർ ബേസസ്. സ്മോൾ എമൗണ്ട് ആസിഡോ ബേസോ ആഡ് ചെയ്താലും അതിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല. അതിൻ്റെ പി എച്ചിൽ വ്യത്യാസം സംഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അതെ, സ്മോൾ എമൗണ്ട്സ് സ്ട്രോങ് ആസിഡ്സും സ്ട്രോങ് ബേസസ് ആഡ് ചെയ്താലും ഇത്തരത്തിലുള്ള ബഫർ സൊല്യൂഷൻ്റെ പി എച്ചിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബഫർ സൊല്യൂഷൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എന്താണ്? ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് പി എച്ച് വാല്യൂ. ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് അൺഓൾട്ടേർഡ് ഈവൺ ഓൺ സ്റ്റാൻഡിങ് ഫോർ എ ലോങ് ടൈം ഓർ ഓൺ ഡൈല്യൂഷൻ. ഇറ്റ്സ് പി എച്ച് റിമെയിൻസ് almost unaltered
upon the addition of a small amount of a strong acid or a strong base. Then നമുക്കൊരു ബഫർ ആക്ഷൻ്റെ മെക്കാനിസം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കംസ് മെക്കാനിസം ഓഫ് ബഫർ ആക്ഷൻ. The property by which a buffer solution resists any change in its pH even upon the addition of a small quantities of acids or bases to it is called a buffer action. അപ്പോൾ എന്താണ് ബഫർ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ബഫർ സൊല്യൂഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടി? ദാറ്റ് ഈസ് ഇറ്റ് റെസിറ്റ്സ് എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച്. അതിൻ്റെ പി എച്ചിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നത് റെസിസ്റ്റ് ചെയ്യുന്ന ബഫർ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടി. എപ്പോൾ? ഈവൺ അപ്പോൺ ദ അഡീഷൻ ഓഫ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ആസിഡ്സ് ഓർ ബേസസ് ടു ഇറ്റ്. അതിലേക്ക് സ്മോൾ ക്വാണ്ടിറ്റീസ് ആസിഡ്സോ ബേസസോ ഏഡ് ചെയ്താലും ഒരു ബഫർ സൊല്യൂഷൻ അതിൻ്റെ പി എച്ചിൽ ഒരു ചേഞ്ചും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. വിച്ച് റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ഇസ് പി എച്ച്. ആ ബഫർ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീനെയാണ് എന്ത് പറയുന്നത്? ബഫർ ആക്ഷൻ എന്ന് പറയുന്നത്. സോ ദ പ്രോപ്പർട്ടി ബൈ വിച്ച് എ ബഫർ സൊല്യൂഷൻ റെസിsts എനി ചേഞ്ച് ഇൻ ഇറ്റ്സ് പി എച്ച് ഈവൻ അപ്പോൺ ദ അഡീഷൻ ഓഫ് എ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ആസിഡ്സ് ഓർ ബേസസ് ടു ഇറ്റ് ഈസ് കോൾഡ് ബഫർ ആക്ഷൻ. അപ്പോൾ നമുക്ക്